വെളിപ്പാട് 22:1. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. തൊട്ട് മുൻപിലത്തെ അധ്യായത്തിൽ പുതിയ യെരുശലേമിനെക്കുറിച്ചുള്ള വർണ്ണനകളാണുള്ളത്. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലും അത് തുടരുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണിത്. ഒരു നോവൽ അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്തെത്തുമ്പോൾ ഏറ്റവും ഉദ്വേഗം നിറഞ്ഞ അവസ്ഥയിലെത്തുന്നത് പോലെ വെളിപ്പാട് പുസ്തകം ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം, പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകം, മനുഷ്യ ചരിത്രത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ ഏറ്റവും ഭാഗ്യപൂർണതയുടെ രംഗം വിവരിക്കുന്നു. പുതിയ യെരുശലേമിൻ്റെ തെരുവീഥിയുടെ നടുവിലൂടെ ഒഴുകുന്ന ജീവജല നദി. പളുങ്കുപോലെ ശുഭ്രമെന്നാണ് ഈ നദിയെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത് ജീവജല നദിയാണ്. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് നദികൾ ഒഴുകുമെന്ന് യേശു വാഗ്ദാനം ചെയ്തത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാം. പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. ഇവിടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൻ്റെ നടുവിൽ നിന്നാണ് ജീവജല നദി ഒഴുകുന്നത്. പരിശുദ്ധാത്മാവിനെ തന്നെയാകണം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3 വ്യക്തികളായി വെളിപ്പെടുന്ന ഏക ദൈവത്തെ ഇതിൽ ദർശിക്കാം: ദൈവം, കുഞ്ഞാട്, ജീവജല നദി. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടതിനാലാണ് നാം യേശുക്രിസ്തുവിനെ അറിഞ്ഞത്. ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യുന്ന വലിയ ശുശ്രൂഷ. യേശു പഠിപ്പിച്ചതിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലല്ലാതെ നമുക്ക് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയാൻ കഴിയില്ല. യേശു നമ്മിൽ വസിക്കുന്നത് തൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിലൂടെയാണ്. ആകയാൽ നാം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം, അനുസരിക്കണം. പലരും പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുമ്പോൾ നാം പൂർണ്ണമായും വിധേയപ്പെടണം. നിത്യതയിലും ജീവജല നദിയായി പരിശുദ്ധാത്മാവ് ഒഴുകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.